എൻ്റെ മനസ്സിലുദിച്ചത് കമലയുടെ മതം എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ആകെ ലോകത്തിൽ ഒരു മതമല്ല ഉള്ളത്, ആകെ ലോകത്തിൽ ഒരു പടച്ചവനല്ല ഉള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വ്യത്യസ്ത മതങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ കമലയുടെ മതം എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ള ഒരു ചെറിയ ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ കമലയുടെ നേർവഴി എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹു ഒന്നാണെന്നും ഈ ലോകത്തിലുള്ള സകലമാന ജനങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നും ചിലർക്ക് ആ സത്യം മനസ്സിലായില്ല എന്നുള്ളതും ആണ് കാര്യമെന്നിരിക്കെ, ഒരുപാട് മതങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ അത് ശരിയാണോ, അല്ലെങ്കിൽ ഒരുപാട് മതങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ പ്രത്യേകിച്ചും ഈ ഒരു സദസ്സിൽ നമ്മൾ ഈ അഭിപ്രായം പങ്കുവെക്കുമ്പോൾ കമലാദാസ് അല്ലെങ്കിൽ മാധവിക്കുട്ടിക്ക് എങ്ങനെ നേർവഴി അറിഞ്ഞു, അല്ലെങ്കിൽ അവർ എങ്ങനെ നേരായ പാതയിലേക്ക് വന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ചെറുപ്പകാലത്ത് കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ ആയിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതം, കൽക്കത്തയിൽ നിന്നൊന്നും എനിക്ക് തോന്നുന്നു അവർ 2 മുസ്ലിം അനാഥകളെ എടുത്തു വളർത്തുകയും, അതുമാത്രമല്ല സാധാരണഗതിയിൽ ഒരു വീട്ടിൽ എടുത്തു വളർത്തുമ്പോൾ നമ്മുടേതായ മതങ്ങളിലേക്കുള്ള ചിട്ടകളാണ് അവർ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ശ്രമിക്കുക. പക്ഷേ ഇവർ ചെയ്തത് അവരുടെ ഇപ്പം ഈ 2 അനാഥ കുട്ടികൾക്ക് അവരുടേതായ പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും അതിനുള്ള അവസരം ഉണ്ടാക്കി ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ അവരുടെ അയൽപക്കത്തൊക്കെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുമായി അവരുടെ സൗഹൃദം, അവരുടെ ജീവിത രീതിയോട് അവർക്കുണ്ടായിരുന്ന പ്രതിപത്തി, ഇതൊക്കെയായിരിക്കാം അവരുടെ മനസ്സിൽ ഒരുപക്ഷെ ഇസ്ലാം മതം ഒരു നല്ല മതമാണ് എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കുക. പിൽക്കാലത്ത് നമുക്കറിയാം, അന്നുള്ള കാലങ്ങളിലൊക്കെ കേരളത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ഇന്ത്യയിൽ തന്നെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് വാളുയർത്തിയിട്ട് അതോ തോക്കിന്റെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ടൊന്നുമല്ല. അറബികളായ കച്ചവടക്കാർ വന്നിട്ട് അവരുടെ ജീവിതം കാണിച്ചു കൊടുക്കുക ചെയ്തത്. അവരുടെ ജീവിതം കാണിച്ചു കൊടുത്തപ്പോൾ ഇവർ നല്ല മനുഷ്യന്മാരാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുകയും, കേരളത്തിലെ അല്ലെങ്കിൽ അവരെത്തിപ്പെട്ട സ്ഥലങ്ങളിലെ ജനങ്ങൾക്കൊക്കെ തോന്നുകയും, ഇവർ പറയുന്നത് നല്ല കാര്യമാണ്, ഇവർ നല്ലതേ പറയുകയുള്ളൂ, കാരണം ഇവരുടെ പെരുമാറ്റം നല്ലതാണ്, ഇവരുടെ പ്രവർത്തികൾ നല്ലതാണ്, അതുകൊണ്ട് ഇവരുടെ മതവും നല്ലതാണ് എന്നുള്ളൊരു എനിക്ക് തോന്നുന്നു മാധവിക്കുട്ടിയുടെയൊക്കെ ചിന്തകൾ ഇസ്ലാമിനോട് കൂടുതൽ പ്രതിപത്തി ഉണ്ടാവാൻ കാരണം അന്നത്തെ ഒക്കെ ജനങ്ങളുടെ ഇത്തരം ജീവിത രീതിയായിരുന്നു. സ്നേഹത്തെക്കുറിച്ചൊക്കെ അവരുടെ സാഹിത്യകൃതിയിലേക്കോ അവരുടെ എഴുത്തിൻ്റെ ഇതൊന്നും പോകാതെ തന്നെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എഴുത്തും പ്രവൃത്തിയും ചിന്തയും അവരുടെ എല്ലാ നീക്കങ്ങളും ഒക്കെ നമുക്കറിയാം. അത് സ്നേഹത്തിലും സൗഹൃദത്തിലും മറ്റുള്ളവരോടുള്ള സഹവർത്തിത്വത്തിലും എങ്ങനെ സമാധാനപരമായി ജീവിക്കണം എന്നതിനെക്കുറിച്ച് അവരുടെ എല്ലാ കൃതികളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ജീവിതത്തിന്റെ തിന്മകളെ അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്നേഹമില്ലായ്മ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു എഴുത്തിൻ്റെതായ സംഭാവനയിൽ പോലും ഈ അന്ന് കാലത്തുള്ള മുസ്ലിങ്ങളോടുള്ള അല്ലെങ്കിൽ മുസ്ലിം ജീവിതത്തോടുള്ള അവരുടെ പ്രതിപത്തി, അവരുടെ അറിവ്, അല്ലെങ്കിൽ അന്നത്തെ ആളുകളുടെ അവർക്കുള്ള പരിചയമൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാകും. അത് ഒരു മതമാറ്റത്തിലേക്ക് എത്തപ്പെടുകയും അന്ന് തന്നെ നമുക്കറിയാം, അന്ന് അവരുടെ മതമാറ്റത്തിന്റെ ആ ദിവസം അവർ പറഞ്ഞൊരവസ്ഥ, ഞാൻ എൻ്റെ കൃഷ്ണനെ എൻ്റെ കൂടെ കൊണ്ടുപോവുകയാന്നുള്ളത്. നമ്മൾ ജനിച്ചപ്പോഴേ മുസ്ലിങ്ങളാണ്, നമ്മൾ നടക്കുന്നത് വേറെ രൂപത്തിലാണ്. എന്തായാലും ശരി, നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ 10 വർഷമേ അവർ ഇസ്ലാമിൽ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ തന്നെ ഇസ്ലാം ഒരു നല്ല മതം, കുഴപ്പമില്ലാത്ത മതമാണ് എന്ന് മാധവിക്കുട്ടിയെ ഇഷ്ടപ്പെടുന്ന, മാധവിക്കുട്ടിയുടെ വായന ഇഷ്ടപ്പെടുന്ന, മാധവിക്കുട്ടിയുടെ എഴുത്ത് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ചിന്തയിൽ ഒരു ചെറിയ സ്ഫുലിംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് തന്നെയാണ് മാധവിക്കുട്ടി മതം ഈ ഇസ്ലാം മതത്തിന് അല്ലെങ്കിൽ മലയാളി സമൂഹത്തിന് നൽകിയ ഒരു വലിയ സംഭാവന. പക്ഷേ നമ്മൾ അവരെ ഏത് രൂപത്തിൽ മാറ്റിമറിച്ചു അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ആദരവ് കൊടുത്തു എന്നുള്ളത് നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. കാരണം
എന്തുകൊണ്ട് അവർ പൂനെയിലേക്ക് പോയി? കേരളത്തിൽ നിൽക്കാൻ കഴിയാഞ്ഞിട്ടാണ് പൂനെയിലേക്ക് പോയതെന്നുള്ള ഉറപ്പാണ്. കാരണം നമുക്കൊക്കെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് കേരളത്തിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, സാമ്പത്തികമായ കാരണങ്ങളാൽ. അവരെന്തുകൊണ്ട് പോയി എന്ന് വെച്ചാൽ കേരളത്തിൽ അവരെ പൊറപ്പിക്കണില്ല എന്നുള്ളതാണ്. സമാധാനപരമായി ജീവിക്കാൻ അവസരം നൽകിയില്ല. ഭീഷണിക്കത്തുകളും നമ്മുടേതായ തന്നെ ആളുകളുടെയൊക്കെ പലതരം അഭിപ്രായങ്ങളും ഒക്കെ കൂടി പറഞ്ഞുകൊണ്ട് ഒരു നിൽക്കക്കള്ളിയില്ലാതെ അവരെ പൂനെയിലേക്ക് പറഞ്ഞു പോകേണ്ട ഒരു ഗതികേട് മലയാളികൾ ഉണ്ടായി എന്നുള്ളത് ആ ഒരു അർത്ഥത്തിൽ അത് നമ്മൾ അതിന് കുറ്റക്കാരാണ്, മലയാളികൾ അതിന് കുറ്റക്കാരാണ്. അതേസമയം എന്തായാലും അവരുടെ തറവാടിത്തം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു മനസ്സിൻ്റെയൊക്കെ ഒരു മഹത്വം എന്ന് പറയുന്നത് അവരുടെ മരണാനന്തരം അവരുടെ കുടുംബങ്ങൾ കാണിച്ച ഒരു വലിയ, അത് ഒരിക്കലും ഒരു കേരളത്തിന്റെ മൊത്തം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അഭിമാനകരമായ ഒരവസ്ഥയാണ്. കമലാ സുരയ്യയുടെ ജീവിതത്തിൽ അവർ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന് പറയുന്നത് പോലെ ഇത്തരം നല്ല മുസ്ലിങ്ങളെ കണ്ടുകൊണ്ടായിരിക്കണം, നല്ല മുസ്ലിങ്ങളുമായി ഇടപെട്ടതുകൊണ്ടായിരിക്കണം എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നല്ല മുസ്ലിങ്ങളായും നല്ല മനുഷ്യരാകുകയും ചെയ്യുന്നതിലൂടെ ഇത്തരം ഒരുപാട് കമലാ സുരയ്യമാർ അറിയപ്പെടുന്നവരല്ല, ആരായാലും നമ്മുടെ നല്ല ജീവിതം കണ്ടുകൊണ്ട് നമ്മുടെ മതത്തിലേക്ക് വരട്ടെ എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം കൂടി അവരുടെ മതം മാറ്റം നിമിത്തമാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ച അതിന്റെ പ്രവർത്തകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ കമലാ സുരയ്യായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവാദമായി മാറി. ഒന്നുമില്ല, ഇതൊക്കെ ഇവിടെയല്ലേ മുസ്ലിമാണ്, ഇതൊക്കെ ഇത്ര സീരിയസ് ആണോ? പിന്നെ എനിക്ക് മനസ്സിലായി സീരിയസ് ആണ് ഇവർക്കൊക്കെ റിലീജിയൻ. എനിക്ക് കമലയുടെ മതം എന്ന വിഷയം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ മുഖേന ജിദ്ദയിൽ ആചരിക്കാൻ വേണ്ടി IDC ഉദ്ദേശിക്കുമ്പോൾ അതിന് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ജനാബ് കാസിം മിരിക്കൂർ ഇവിടെ ആശങ്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെ മൊത്തമുള്ള ജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് വരണം എന്നാഗ്രഹിച്ചതുപോലെ സാംസ്കാരിക പ്രവർത്തകരെന്തുകൊണ്ട്, അല്ലെങ്കിൽ ബുദ്ധിജീവികൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് മതം മാറുന്നില്ല? സത്യം മനസ്സിലായവരും സത്യത്തിന്റെ പാതയോരത്തടുത്തെത്തിയവരുമൊക്കെ എന്തുകൊണ്ടൊരു ഇസ്ലാം മത പ്രഖ്യാപനമുണ്ടാകുന്നില്ല? നമ്മുടെയൊക്കെ നാടുകളിൽ പ്രഗത്ഭരും പ്രമുഖരുമല്ലാത്ത ആളുകൾ സാധാരണമായി ഇസ്ലാം മതം സ്വീകരിക്കുന്നു. എന്റെ കൂടെ പഠിച്ച എന്റെ നാട്ടിന്റെ പരിസരത്തുള്ള 5ഓളം ആളുകൾ ഇപ്പോൾ ഇസ്ലാമായിട്ടുണ്ട്. അപ്രസക്തരായ പ്രധാനികളല്ലാത്ത ആളുകൾ. എന്നാൽ അതുപോലെ എന്തുകൊണ്ട് പ്രമുഖർ ഇസ്ലാമിലേക്ക് വരുന്നില്ല എന്നൊരു ആശങ്ക ബഹുമാനപ്പെട്ട കാസിം മിരിക്കൂർ അവസാനമായി ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. സമൂഹത്തോടുള്ളൊരു ചോദ്യമായി, നമ്മോടുള്ളൊരു ചോദ്യമായി അത് അവശേഷിക്കുകയാണ്. അദ്ദേഹം അവസാനിപ്പിച്ചിടത്ത് നിന്നാണ് ആരംഭിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സാംസ്കാരികമായി സാമുദായികമായുള്ള നാം വളരെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്, വളരെ വളർന്നിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ വളരെയധികം പുരോഗതിയും സാംസ്കാരികതയുമെല്ലാം ഉൾക്കൊണ്ടവരാണ് എന്ന് നാം അഭിമാനിക്കുന്നുണ്ടെങ്കിലും 7ാം നൂറ്റാണ്ടിന്റെ ഇരുളടഞ്ഞ കാലഘട്ടത്തിലുള്ള അതേ ആശങ്ക ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ള വസ്തുതയാണ്. കാരണം സത്യം മനസ്സിലാക്കിയിട്ട് അബൂ താലിബ് എന്ന് പറഞ്ഞു, വലക്കത് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബലിയത്തി ദീന ലൗലൽ മലാമത്തു ഹദാറു മസബ്ബതി ലവജത്തനി സംഅം ബിദാക മുബീന. എനിക്കറിയാം എന്റെ പൊന്നാര മകൻ മുഹമ്മദ് കൊണ്ടുവന്ന ദീൻ, ഇസ്ലാം ദീൻ സത്യമാണ്, സത്യസന്ധമാണ്, സത്യസമ്പൂർണമാണെന്ന് എനിക്ക് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ സമൂഹം എന്നെ അംഗീകരിക്കുകയില്ല, എന്റെ സമൂഹം എന്നെ നിരാകരിക്കും, എന്നെ സമൂഹം എന്നെ പുറന്തള്ളും എന്നുള്ളൊരു വ്യക്തമായ
ധാരണ എന്റെ മുന്നിലുള്ളത് കൊണ്ട് ഞാനത് പ്രഖ്യാപിക്കാൻ തയ്യാറല്ല എന്ന് അന്ന് 7-ാം നൂറ്റാണ്ടിലെ സമൂഹത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അബൂ താലിബ് എന്ന റസൂലിന്റെ പിതൃവ്യൻ പാടിയെങ്കിൽ അതേ പാട്ടുകൾ കേരളത്തിൽ ഇന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകർ ഇസ്ലാമിനെ കണ്ടെത്തിയവരിന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. കമലാ സുരയ്യ അത് പാടി പാട്ട് അവസാനിപ്പിച്ചു. ഇസ്ലാമിന്റെ സത്യസന്ധത പ്രഖ്യാപിക്കാൻ വളരെ വ്യക്തമായ കാരണങ്ങളുള്ള പലരും അത് പ്രഖ്യാപിക്കാതിരിക്കാനുള്ള കാരണം കമലാ സുരയ്യ അനുഭവിച്ച അനുഭവം തങ്ങളും അനുഭവിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കേരളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഒരാഴ്ചയിൽ 60ഓളം ആരാധകരുടെ കത്തുകൾ വന്നിടുന്നവർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അത് വെറും 10ലേക്ക് ഒതുങ്ങി നിന്നു. മാധ്യമ പ്രവർത്തകർ തന്റെ ചുറ്റും നിന്നുകൊണ്ട് തന്റെ വാക്കുകൾ കൊത്തിയെടുത്ത് അത് വാർത്തയാക്കി ആഘോഷിച്ചിരുന്നവര് പച്ച നുണകൾ തന്നെപ്പറ്റി എഴുതിക്കൊണ്ടിരുന്നു. സമുദായം മാറിയിട്ടില്ല എന്നല്ലേ ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്. 7-ാം നൂറ്റാണ്ടിൽ അബൂ താലിബ് അന്നത്തെ സമൂഹം ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചാൽ എന്നെ കുറ്റപ്പെടുത്തും, എന്നെ നിരാകരിക്കും, എന്നെ ബഹിഷ്കരിക്കും, എന്നെ പുറന്തള്ളും, എന്നെ പൂനെയിലേക്ക് പുറന്തള്ളും, മക്കയുടെ പുറത്തേക്ക് പുറന്തള്ളും എന്ന് പേടിച്ച അതേ പേടി മാധവക്കുട്ടിയിലൂടെ ആ പേടി ഇന്നും നിലനിൽക്കുന്നു എന്ന് നാം കണ്ടുകഴിഞ്ഞു. ഇത് തന്നെയാണ് ഇവിടെയുള്ള ഈ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകളുടെ ലക്ഷ്യം. ഇസ്ലാമിലേക്ക് ആരും കടന്നു വരാൻ ഇരിക്കാനുള്ള മറകൾ സൃഷ്ടിക്കണം. കാരണം സത്യാന്വേഷികളായാൽ അന്വേഷണത്തിനൊടുവിൽ പരമമായ സത്യത്തിനെ കണ്ടെത്താതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ കണ്ടെത്തിയാൽ പോലും ആ സത്യത്തിനെ പുറത്തു പറയാനുള്ള അവസരങ്ങൾ നിഷേധിക്കണം എന്ന് ശത്രുക്കൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി കരുക്കൾ നീക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. അത് നമുക്ക് വ്യക്തമായി. കാരണം വളരെ ആരാധനയോടുകൂടി കണ്ടിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരി, കഥകളിലൂടെയൊക്കെ വളരെയധികം ദൈക്ഷണികമായി ചിന്തിച്ചുകൊണ്ടിരുന്ന എഴുത്തുകാരി ഇസ്ലാമായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സർവരംഗങ്ങളിൽ നിന്നും സർവ ആദരണീയമായ അവസ്ഥകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് തനിക്ക് ബോധ്യപ്പെട്ടു എന്ന് അവസാന കാലത്ത് അവർ തന്നെ തുറന്നു പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം. ഇത് വെറും മാധവിക്കുട്ടി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. ഇന്ത്യയിലുള്ള പ്രമുഖരായ പല ആളുകൾക്കും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു ദൈവാ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന IDCയെ പോലെയുള്ള സംഘടനകൾ ഈ കാര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ സമൂഹവും സ്വീകരിക്കുന്നു എന്നുള്ള നഗ്ന സത്യം. ഈ വഷളായ സത്യം ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ നാം ബാധ്യസ്ഥരാണ്. നാം തുറന്നു കാട്ടേണ്ടിയിരിക്കുന്നു. നാം വലിയ ഉയർന്നവരാണ്, മാന്യന്മാരാണ്, വളരെ സാംസ്കാരികമായി ഉലകവും പുരോഗമിച്ചിരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. അബൂ താലിബ് ജീവിച്ച ആ കാലഘട്ടത്തിലുള്ള സമൂഹത്തിൽ നിന്ന് തീരെ മാറാത്ത ഒരു സമൂഹമാണ് കേരളത്തിലും ഇന്ത്യയിലും ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി കമലാ സുരയ്യയുടെ ജീവിതം, മരണവും ഇസ്ലാം മത ആശ്ലേഷവുമെല്ലാം മാർഗമാക്കണമെന്നാണ് IDC ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, നമ്മയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി, നമ്മയൊക്കെ നല്ലവരും ചീത്തവരും ആക്കാനുള്ള ഒരു ഉപകരണമായി മാധ്യമങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു ദുരന്തമാണ്. സമൂഹത്തിന് സംഭവിക്കുന്ന ഒരു മഹാദുരന്തമാണ്. ഇത് ലോകത്തോട് നാം പറയേണ്ടതുണ്ട്, സമൂഹത്തിന് നാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, അവസാനമായി ഇസ്ലാമായി ജീവിച്ച് ഇസ്ലാമായി മരിച്ച, എന്നെ മരിക്കാൻ ആഗ്രഹമുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മുസ്ലിമായി എനിക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച, സ്വന്തം നാക്കുകൊണ്ട് പറഞ്ഞ, സ്വന്തം മകനോട് പറഞ്ഞ ഈ വാക്കുകൾ ഉദ്ധരിക്കാൻ ഇന്നിവിടെ പത്രങ്ങളില്ല. പുറത്തു തരാൻ കഴിവുള്ള ഒരു ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ. അമ്പലത്തിലൊന്നും പോയിട്ട് കാലം മറന്നിരുന്നു. 10-20 വർഷമായിട്ട് അവിടെ ഒന്നും കടന്നിരുന്നില്ല.
കാരണം കരിങ്കല്ലിലും ചിത്രത്തിലും ദൈവമുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, 100 ദൈവങ്ങളെ പ്രാർത്ഥിക്കാതെ ഒരാളിൽ ലയിക്കുക, ആ ആളെ സ്നേഹിക്കുക. എന്നിട്ടാണ് ഞാൻ അല്ലാഹുവിനെ തേടിയത്, കണ്ടത്. ഇപ്പോൾ എനിക്ക് ഒരു ബന്ധം ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞു. എനിക്ക് മതം മാറിയതിൽ പശ്ചാത്താപമില്ല. ഞാൻ സ്വർഗലോകത്തിൽ വിശ്വസിക്കുന്നു. സ്വർഗലോകത്തിൽ എനിക്ക് ചെറുതെങ്കിലും ഒരു ഇരിപ്പിടം കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. ഒരു യഥാർത്ഥ മുസ്ലിം ആവാനുള്ള ശ്രമമാണ്. മരിക്കുമ്പോഴും ഒരു യഥാർത്ഥ മുസ്ലിമയായിട്ട് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ സംതൃപ്തയാണ്, ശാന്തി ലഭിച്ചവളാണ്. മറിച്ച് ഇസ്ലാം മതം മടുത്തു, എനിക്ക് മതം മടുത്തു എന്ന് ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് പല കഥകളും. ഇതവിടെ വലതുപക്ഷ തീവ്രവാദികളായിരുന്നാലും ഇടതുപക്ഷ തീവ്രവാദികളായിരുന്നാലും അവരുടെ എല്ലാം കയ്യില് ജനശക്തി എന്ന് പറയുന്ന ആ ഇടതുപക്ഷത്തിലെ തീവ്രവാദികളുടെ ആ പത്രത്തിൽ പോലും MA ബേബി പൂനെയിൽ പോയി ഏറ്റെടുത്തു കൊണ്ടുവന്ന് ഇവിടെ മുസ്ലിം ആചാരപ്രകാരം മറമാടിയതൊക്കെ കുറച്ച കടന്ന കഴിയായിപ്പോയി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അവർ വഴി എഴുതിപ്പോയി. നമുക്കൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ വർഗീയ ഫാസിസ്റ്റുകളെ പുറന്തള്ളുന്നതിലും അവരെ എതിർക്കുന്നതിലും അവരെ മനസ്സിലാക്കുന്നതിലുമൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ബുദ്ധിപൂർവകമായ ചില നിലപാടുകളുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ കാര്യത്തോടടുക്കുമ്പോൾ അവർക്കും വിവേകം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് ഈ മാധവിക്കുട്ടിയുടെ മരണത്തിലൂടെയും അതിനുശേഷമുണ്ടായ വിവാദങ്ങളിലൂടെയും കാണാൻ സാധിക്കുന്നു. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇത് സമൂഹത്തിന്റെ മുമ്പിൽ നാം തുറന്നു കാട്ടേണ്ടതുണ്ട്. മറ്റൊന്ന്, മാധവിക്കുട്ടി എന്തിനു മതം മാറി? ഇവിടെ കാസിം ഇരിക്കൂർ പറഞ്ഞതുപോലെ അവരുടെ കഥകൾ വായിക്കുമ്പോൾ 70കളിലാണ് അവരുടെ ശക്തമായ കഥകളുണ്ടായി. മാധവിക്കുട്ടിയുടെ കഥകളിൽ 70കളിലാണ് ശക്തമായ പ്രമേയങ്ങളുള്ള, ശക്തമായ കഥാപാത്രങ്ങളുള്ള, ശക്തമായ സന്ദേശങ്ങളുള്ള കഥകളുണ്ടായത്. ആ കഥകളിലൊക്കെ ഇസ്ലാമിന്റെ നയങ്ങളോട്, ഇസ്ലാമിന്റെ സമീപനങ്ങളോട്, ഇസ്ലാം ആവിഷ്കരിക്കുന്ന തത്വങ്ങളോടൊക്കെ ഒരു മമത അവരുടെ കഥകളിൽ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിക്കും. സ്വന്തം വീട് വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ സ്വന്തമായി എന്താണുള്ളത്? എന്റെ ശരീരം പോലും എന്റെ സ്വന്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സ്വന്തമായ ഒരു വീടില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ സൂഫി സനഡിയുടെ മഹാന്മാരായ ആളുകൾ പറഞ്ഞത്, അവരെ വായിക്കാതെ അവരെ മനസ്സിലാക്കാതെ അവരുടെ വാക്കുകൾ പറഞ്ഞത്, അതൊരു അത്ഭുതകരമായ കാഴ്ചയായി നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, മരണമെന്ന് പറയുന്നത് ഒരു വിരാമമല്ല, ഒരു പൂർണ്ണ വിരാമമല്ല. അത് ജീവിതത്തിന്റെ ഒരു പൂർണ്ണ വിരാമമല്ല. അതിന്റെ ജീവിതം മരണത്തിന്റെ മുന്നിലും മുന്നോട്ടും നീണ്ടുകിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് കഥകളിലൂടെ അവർ പറയുകയുണ്ടായി. ഇങ്ങനെ ഇസ്ലാമിനെ കഥകളിലൂടെ മുസ്ലിങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച്, മുസ്ലിങ്ങളുടെ നിലപാടുകളെ, ആചാരാനുഷ്ഠാനങ്ങളെ വളരെ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരവസ്ഥ കഥകളിൽ പലതിലും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അവരുടെ കഥകൾ മുഴുവനും സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സ്നേഹത്തെ തേടിയുള്ള ഒരു അലയലായിരുന്നു. കഥാകാരന്മാർക്ക് ഒരു പ്രവണതയുണ്ട്. സംഭവങ്ങളുടെ നേർക്കാഴ്ചകളിൽ നിന്ന് മാറി നിന്ന് സംഭവങ്ങളുടെ പിന്നാമ്പുറങ്ങളിലൂടെ നോക്കിക്കാണുക, സംഭവങ്ങളെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് നോക്കിക്കാണുക. ഇതാണ് കഥാകാരന്മാരുടെ ശൈലി. ഇത് ഓരോ സംഭവങ്ങളെയും, ഭൗതികമായ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളെയും, സ്നേഹമായിരുന്നാലും, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള സ്നേഹമായിരുന്നാലും, മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹമായിരുന്നാലും, മക്കളോടുള്ള സ്നേഹമായിരുന്നാലും, മുത്തശ്ശികളോടുള്ള സ്നേഹമായിരുന്നാലും, കാമുകിയോടുള്ള കാമമായിരുന്നാലും, സ്നേഹമായിരുന്നാലും ഒക്കെ ആ സ്നേഹങ്ങളൊക്കെ ഭൗതിക ലോകത്തിന്റെ പരിമിതികളിൽ വളരെ പരിമിതമാണ്, സമ്പൂർണമല്ല, പരിപൂർണമല്ല. എല്ലാ സ്നേഹവും അപൂർണമാണ്, അപര്യാപ്തമാണ് എന്നായിരുന്നു അവരുടെ കഥകൾ മുഴുവനും എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹങ്ങൾ മുഴുവനും
മാതാപിതാക്കളായിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നാലും മക്കളും പുത്രന്മാരും പുത്രിമാരുമായിരുന്നാലും മുത്തശ്ശിമാരോടായിരുന്നാലും ഒക്കെ ഇവരോട് നാം ഇവിടെ കാണിക്കപ്പെടുന്ന സ്നേഹം, സ്നേഹാദരവുകളും നിലപാടുകളും ഒക്കെ അപൂർണമായ ഒരു സ്നേഹമാണ്. ഈ സ്നേഹത്തിനെ സംബന്ധിച്ച് അപൂർണമായ സ്നേഹമാണെന്ന് കണ്ടെത്തിയ മാധവിക്കുട്ടി അവസാനം സമ്പൂർണമായ സ്നേഹത്തിനെ തേടി അലയുകയായിരുന്നു. ഇതൊരു കഥാകാരിയുടെ അല്ലെങ്കിൽ ഒരു കലാകാരന്റെ യഥാർത്ഥ ധർമ്മമാണ്. ഇവിടെ MT കഥ എഴുതിയിട്ടുണ്ട്. ഹൈന്ദവ സമൂഹത്തിലുള്ള പല ആചാരങ്ങളെ സംബന്ധിച്ചും നാലുകെട്ട് പോലെയുള്ള കഥകളിൽ വിമർശനാത്മകമായി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ചിന്തിച്ചത് ഉപരിപ്ലവമായ ചിന്ത മാത്രമായിരുന്നു. മാധവിക്കുട്ടി ഇതിന്റെ പിന്നാമ്പുറത്തേക്ക് ഇതൊക്കെ സമ്പൂർണമായ ഒരു സ്നേഹത്തിന് ഇവിടെ കാണാൻ കഴിയുന്നില്ല. പരിപൂർണമായ സ്നേഹം എവിടെയാണ്, സമ്പൂർണമായ സ്നേഹം എവിടെയാണ് എന്ന് അന്വേഷിച്ച് അവസാനം എത്തിയത് ഹൈന്ദവ പുരാണങ്ങളിലുള്ള ദൈവങ്ങളെ സ്നേഹം കാണാൻ സാധിക്കുകയില്ല. കാരണം ഹൈന്ദവ പുരാണങ്ങളിലുള്ള ദൈവം അവർ പേടിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ അവരെ ഭയപ്പെടാനുള്ളതാണ്. ആവശ്യങ്ങൾ നേടാനുള്ള ഉപകരണമാണ്. ആരാധനകൾ മുഴുവനും ആവശ്യങ്ങൾ ആവശ്യപ്പെടാനുള്ളതാണ്. അവരാരാധിക്കുന്നത് അവരുടെ കാര്യനേട്ടത്തിന് വേണ്ടി, കാര്യസിദ്ധിക്ക് വേണ്ടിയാണ്. എന്തെങ്കിലും ഭൗതിക ലാഭത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അഭൗതിക ലാഭത്തിന് വേണ്ടിയാണ്. എന്തെങ്കിലും മോഹിച്ചുകൊണ്ടാണ്, ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ആഗ്രഹിക്കപ്പെടുന്ന, മോഹിക്കപ്പെടുന്ന ഒരു വസ്തുവായിട്ടാണ് ആരാധ്യ വസ്തുക്കൾ ഉള്ളത്. എന്നാൽ ഇതൊന്നുമല്ല സ്നേഹിക്കാൻ മാത്രമായി, സ്നേഹിക്കപ്പെടാൻ സമ്പൂർണമായി അവകാശമുള്ള, സമ്പൂർണമായി സ്നേഹിക്കപ്പെടേണ്ടതായ ഒരു വസ്തുവായിട്ടാണ് അള്ളാഹുവിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഈ അള്ളാഹുവിനെയാണ് അവർ കണ്ടെത്തിയത്. നമുക്കറിയാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനിത്ര കഷ്ടപ്പെട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു? നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തിട്ടുണ്ടല്ലോ, മുൻകഴിഞ്ഞ പാപങ്ങളും പിന്നീട് വരാനുള്ള പാപങ്ങൾ വരെ അഡ്വാൻസായി പൊറുക്കപ്പെട്ടിട്ടില്ലേ, പിന്നീട് എന്തിന് നിങ്ങൾ ആരാധിക്കുന്നു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശക്കൂറ, ഞാൻ അള്ളാഹുവിനെ ഭയന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് കാര്യം നേടാൻ കൊണ്ടോ, അല്ലെങ്കിൽ എന്റെ ദോഷം പൊറുക്കാൻ വേണ്ടിയോ അല്ല ഞാൻ ആരാധിക്കുന്നത്. ആയിരുന്നെങ്കിൽ എന്റെ ദോഷം പൊറുക്കപ്പെട്ട ഞാൻ ആരാധിക്കേണ്ടിയിരുന്നില്ല. നീ പറഞ്ഞതുപോലെ എന്റെ ദോഷം പൊറുക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ നീ പറഞ്ഞതുപോലെ എനിക്ക് ഇനി ആരാധിക്കേണ്ടിയിരുന്നില്ല, ആരാധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതല്ല, ഫലാ അകൂന അബ്ദൻ ശക്കൂറ, ഞാൻ ഒരു നന്ദിയുള്ള, എന്നെ സ്നേഹിക്കുന്ന അള്ളാഹുവിനോട്, അവനെ സ്നേഹിക്കുന്ന, തിരിച്ചവന് സ്നേഹിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു മനുഷ്യനാവണ്ടേ? സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യനാവാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ? അതിനു വേണ്ടിയാണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്നത് കാര്യലാഭത്തിന് വേണ്ടിയല്ല എന്നുള്ളതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രഖ്യാപിച്ചത്. ഇതാണ് ഇസ്ലാമിലുള്ള അള്ളാഹു. ഈ അള്ളാഹുവിനെ കണ്ടെത്തുകയായിരുന്നു ബഹുമാനപ്പെട്ട മാധവിക്കുട്ടി. നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ഒരു ഹൈന്ദവ ശേഷിപ്പുകളുണ്ട്. ഈ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലും വിചാരവികാരങ്ങളിലും വിശ്വാസാചാരങ്ങളിലുമൊക്കെ ചില ഹൈന്ദവ ശേഷിപ്പുകളുണ്ട്. ആ ഹൈന്ദവ ശേഷിപ്പിന്റെ ഭാഗമാണ് അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ള വികാരം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രവണത. അവന് പടച്ചോനെ പേടില്ല. നമ്മൾ സാധാരണ പറഞ്ഞാണ് അവന് പടച്ചോനെ പേടില്ല. യഥാർത്ഥത്തിൽ പടച്ചവൻ പേടിക്കേണ്ട വസ്തുവല്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി തന്നെ പറയുന്നത്, അള്ളാഹുവിനെ പേടി മാത്രം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ പ്രത്യാശയും ഭയവും ഒരുമിച്ച് സമായിരിക്കണം. വഅലം അന്നൽ മുഖ്താറ ലിൽ അബ്ദി في حال صحته أن يكون خائفا وراجيا ويكون خوفه ورجاؤه سواء. അള്ളാഹുവിനെ ഭയന്നും അവനെ പ്രത്യാശയുള്ളവനായും കൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ഇരിക്കണം. അവന്റെ പേടിയും അവന്റെ പ്രത്യാശയും സമമായിരിക്കണം അവന്റെ ആരോഗ്യ കാലഘട്ടത്തിൽ. വഫീ ഹാലിൽ മരീദ് യുമഹിലുർ റജാഅ, അനാരോഗ്യ ഘട്ടത്തിൽ അവനിലുള്ള അള്ളാഹുവിനുള്ള പ്രത്യാശ മാത്രമേ പാടുള്ളൂ, പേടി തീരെ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി
തന്റെ റിയാദു സാലിഹീനിൽ പോലും വരെ രേഖപ്പെടുത്തിയ ഒരു വസ്തുതയാണ്. ഈ ഒരു വസ്തുതയെ വിട്ടുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്നവരാണ് മുത്തക്കി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അർത്ഥം പറയുന്നു അള്ളാഹിനെ പേടിക്കുന്നവര്. തെറ്റായ ഒരു സന്ദേശമാണത്, തെറ്റായ ഒരു അർത്ഥമാണിത്. പരിശുദ്ധ ഖുർആനിനും ഹദീസിനും യോജിക്കാത്ത ഒരു മലയാളീകരണമാണ് ഇത്. ഒരു ഹൈന്ദവ ചായ്വുള്ള, കാരണം പടച്ചം ദൈവം എന്നൊക്കെ ഉള്ളത്, ഹിന്ദുക്കളുടെ ദൈവമുള്ളത് എന്തെങ്കിലും കാര്യം ലാഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നേടുമ്പോൾ അതിന് ചെല്ലുന്ന ഒരു സാധനമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വ്യക്തമായ ചില ധാരണകൾ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിനെ വ്യക്തമായി മനസ്സിലാക്കിയവര് ആ അർത്ഥത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും അത്തരമൊരു അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ സാധാരണ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ ആ ഫാത്തിഹയെ സംബന്ധിച്ച് പറഞ്ഞത് അതിന്റെ 3 ആയത്ത് അള്ളാഹുവിന്, 3 ആയത്ത് സൃഷ്ടികൾക്ക്, ഒരായത്ത് 2 കൂട്ടർക്കും, സൃഷ്ടികൾക്കും അള്ളാഹു രണ്ടുള്ളതാണ്. ഹദീസിൽ പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇത് അള്ളാഹുവിന്, ഇത് അള്ളാഹുവിനെ നാം മനസ്സിലാക്കേണ്ട വിധത്തിനുള്ളതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത് അള്ളാഹുവിനും സൃഷ്ടികൾക്കും ഇടയിലുള്ള ഉള്ളത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഇത് നമ്മളുടെ പ്രാർത്ഥന സൃഷ്ടികൾക്കുള്ളത്. അപ്പോൾ അള്ളാഹുവിനുള്ള 3 ആയത്തുകൾ അള്ളാഹുവിന്റെ സവിശേഷതയാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള നമ്മുടെ മാനദണ്ഡമാണ്. ഒന്ന്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പ്രപഞ്ചത്തിനഖിലത്തെയും സംരക്ഷിച്ചു പോരുന്നവൻ, വേണ്ടുമ്പോൾ വേണ്ട വിധത്തിൽ അതിനെ പരിപാലിച്ചു പോരുന്നവനാണ് അല്ലാഹു തആല. ആ അള്ളാഹുവിന് സർവസ്തുതിയും. റബ്ബുൽ ആലമീൻ, ഈ ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കൾക്കും വേണ്ടുമ്പോൾ വേണ്ട കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, വേണ്ട അളവിൽ നൽകിക്കൊണ്ടിരിക്കുന്നവൻ. ഇതാണ് റബ്ബിന്റെ അർത്ഥം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളും റബ്ബുൽ ആലമീൻ. സർവ്വയുടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ജീവികളെന്നോ ജീവനില്ലാത്തവരെന്നോ ചേതന വസ്തുക്കളെന്നോ അചേതന വസ്തുക്കളെന്നോ വ്യത്യാസമില്ല. ഏതൊരു വസ്തുവിനും അതിനെന്താണോ ആവശ്യം, ആ സമയത്ത്, ആ നേരത്ത്, ആ സെക്കൻഡിൽ എന്താണോ ആവശ്യം, ആ ആവശ്യമാകുന്ന ഡിഗ്രിയിൽ, ആവശ്യമാകുന്ന തോതിൽ, ആവശ്യമാകുന്ന അളവിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് റബ്ബിന്റെ അർത്ഥം. അർ-റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമാണ് അല്ലാഹു തആല. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ. ഇവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നവനെന്നോ മനസ്സിലാക്കാത്തവനെന്നോ വ്യത്യാസമില്ലാതെ ഗുണം നൽകുന്നവനാണ് അല്ലാഹു. അർ-റഹീം, വിസ്തുതിച്ചവർക്ക് പരലോകത്ത് പ്രത്യേകമായി സമ്മാനങ്ങൾ നൽകുന്നവനാണ് അല്ലാഹു. മാലികി യൗമിദ്ദീൻ, പരലോകത്ത് വിചാരണ അവസരത്തിൽ നന്മകൾക്ക് 1ന് 10 നൽകിക്കൊണ്ട് തിന്മകൾക്ക് 1ന് 1 മാത്രം നൽകുകയും അത് തന്നെ ഇളവ് ചെയ്യുകയും ചെയ്യുന്നവനാണ് അല്ലാഹു. ആ ദിവസത്തിന്റെ ഉടമനാണ് അല്ലാഹു. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ സംബന്ധിച്ച് വിശേഷിച്ചത് അവൻ റബ്ബുൽ ആലമീനാണ്, റഹ്മാനും റഹീമുമാണ്. പരലോകത്ത് വെച്ച് നന്മകൾക്ക് 1ന് 10, ഏറ്റവും ചുരുങ്ങിയതാണ് 1ന് 10. 10 മുതൽ 700 വരെ നൽകുന്നവനാണ്. ദോഷത്തിനോ 1ന് 1 അത് തന്നെ പൊറുക്കാതിരിക്കുമ്പോൾ മാത്രം നൽകുന്നത്, അത് തന്നെ ഒഴിവാക്കപ്പെടുകയും ചെയ്യും, ധാരാളം ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ഈ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു. ഇതാണ് മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. എവിടെയും അള്ളാഹുവിനെ ഭയപ്പെടേണ്ട, അള്ളാഹുവിനെ പേടിക്കേണ്ട ഒരു വസ്തുവായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും അവനെ ഇഷ്ടപ്പെടാനും അവന് നന്ദി ചെയ്യാനും അവന്റെ പിന്നില് അവൻ വഴി കാണിച്ചു തരുന്നതിന്റെ പിന്നില് ചലിച്ചുകൊണ്ടിരിക്കാനുമുള്ള ഒരു നേതൃത്വ ശക്തിയായിട്ടാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഖുൽ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, റസൂലിനെ പിന്തുടരുക. എന്നാലുണ്ടാകുന്ന കാര്യം, നേട്ടം സ്വർഗമല്ല നരകമല്ല. യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ശക്തിയാണ് അല്ലാഹു.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിൽ കുറെ അടിമകളെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയായിരുന്നു. യുദ്ധത്തിൽ കുറെ അടിമകളെ കിട്ടി അവരെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അവിടെ നടത്തിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു കുട്ടിയെ കണ്ട്, ഒരു പെണ്ണ് ഒരു കുട്ടിയെ കണ്ട് ആ കുട്ടിയെ വാരിയെടുത്ത് നെഞ്ചോട് അമർത്തി ചേർത്ത് പിടിച്ചു. നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുട്ടിക്ക് മുല കൊടുക്കാനും ആ കുട്ടിയെ ഓമനിക്കാനും ലാളിക്കാനും തുടങ്ങി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ഈ കാര്യങ്ങളെ, ഈ പെണ്ണിനെ ചൂണ്ടിക്കൊണ്ട് ആ പെണ്ണിന്റെ കോലാഹലത്തെ, ആ പെണ്ണിന്റെ ആശങ്കയെ, ആ പെണ്ണിന്റെ വാത്സല്യത്തെ, ആ പെണ്ണിന്റെ സ്നേഹത്തിനെ ചൂണ്ടിക്കിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പെണ്ണ് ആ കുട്ടിയെ ഏതെങ്കിലും ഒരു ദുർബല ഘട്ടത്തിൽ തീയിലിടാൻ വേണ്ടി ആഗ്രഹിക്കുമോ? സഹാബാക്കളെ തീയിലിടാൻ ഇത്രയും ലാളിക്കുന്ന, ഇത്രയും ഘട്ടത്തിൽ, ഇത്രയും വിഷമഘട്ടത്തിൽ പോലും ഈ കുട്ടിയെ, സ്വന്തം കുട്ടിയെ ഇത്ര ലാളിക്കുന്ന, ഓമനിക്കുന്ന, കുട്ടിയോട് കരുണ ചെയ്യുന്ന ആ കുട്ടിയെ എപ്പോഴെങ്കിലും തീയിലിടാൻ ആ തള്ള ആഗ്രഹിക്കുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. കാരണം സ്വന്തം ജീവൻ ത്യജിച്ചാലും ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഒരു സന്നദ്ധത, ഒരു വാത്സല്യം, ഒരു മാതൃത്വത്തിന്റെ സ്നേഹം ആ സ്ത്രീയിലുണ്ട് എന്നവർ സമ്മതിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് കാണിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ചുട്ടുകരിക്കാനും, ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കാനും, ഒരിക്കലും നിങ്ങളെ അപായപ്പെടുത്താനും, ഒരിക്കലും നിങ്ങളെ അപകടത്തിലേക്ക് തള്ളി വെക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ഒരിക്കലും ഈ തള്ളക്ക്, ഈ പെണ്ണിന് അതിന്റെ കുട്ടിയോടുള്ള വാത്സല്യത്തെക്കാൾ അധികം അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇതാണ് അള്ളാഹുവിന്റെ വികാരം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സഹാബാക്കൾ മനസ്സിലാക്കിയത് ഇതായിരുന്നു. എന്നാൽ ആ കാലം വരെയുള്ള അവിടെയുള്ള കുഫാറുകൾ, ഇന്ന് ഇവിടെയുള്ള അവിശ്വാസികളെ പോലെ തന്നെ മക്കയിലുള്ള അവിശ്വാസികൾക്കും ഇവിടെയുള്ള അതേ അവിശ്വാസികളെക്കാൾ ഒരു പടി മുമ്പന്തിയിലായിരുന്നു അവരെ. കാര്യലാഭത്തിന് വേണ്ടി മാത്രം സമീപിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു അവർക്ക് ദൈവം, അള്ളാഹു, അവരുടെ ഇലാഹുകൾ. അവർ അധികമായി അവർ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിന് വേണ്ടി അവർ അള്ളാഹുവിനെ സമീപിക്കുന്നു. അവർ ആ സന്തോഷം കിട്ടിയതിനു വേണ്ടി അള്ളാഹുവിനെ സമീപിക്കുന്നു, അവരെ ദൈവത്തിനെ സമീപിക്കുന്നു. ആപത്ത് വരുമ്പോൾ ആപത്ത് നീങ്ങാൻ വേണ്ടി അവർ അള്ളാഹുവിനെ, അവരുടെ ദൈവങ്ങളെ സമീപിക്കുന്നു. ഈ ഒരു അവസ്ഥയായിരുന്നു അവരുണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിലെ സമൂഹത്തിനോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ മുഖേന അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത്. റഹ്മാനാണ് അള്ളാഹു. റഹ്മാൻ എന്നുള്ളൊരു സവിശേഷത അള്ളാഹുവിനുണ്ട്. നിങ്ങൾ ഈ കാര്യലാഭം ഇത് മാത്രമല്ല, ഇതിന് പേടിച്ചുകൊണ്ട് നിഅമത്തുള്ള അനുഗ്രഹം നീങ്ങിപ്പോകുന്നത് പേടിക്കപ്പെടുന്ന ഒരു വസ്തുവല്ല അള്ളാഹു. റഹ്മാനാണ് അള്ളാഹു. അപ്പോൾ അവർ ചോദിച്ചു, അമർ റഹ്മാൻ, എന്താ ഈ റഹ്മാൻ? ഇത് ദൈവത്തിന് പറ്റിയ പേരല്ല, സവിശേഷതയല്ല. ദൈവത്തിന് ഈ കാരുണ്യം എന്ന് പറയുന്ന ഒരു പറയാൻ പാടില്ല. അവനൊക്കെ ഇങ്ങനെ ഉയർന്നു നിന്നുകൊണ്ട് ഇങ്ങനെ ഭരിക്കും, ജനങ്ങൾ ഭരിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. അവനെപ്പോഴും പേടിച്ച് അങ്ങനെ കണ്ട ഒരു വസ്തുവാണ്, ഒരു സ്ഥാപനമാണ് ദൈവം, അള്ളാഹു എന്ന് അവർ പറയും. ഈ സമൂഹത്തിനോടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്താധാരയെ മാറ്റിയെടുത്തുകൊണ്ട് സ്നേഹിക്കേണ്ടവനാണ് അള്ളാഹു, സ്നേഹമാണ് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തിയത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്യാതെ മുക്തമാവാതെ അവൻ നരകത്തിലേക്കാവുന്നത് വളരെയധികം ഖേദമുള്ള, വേദനയുള്ള കാര്യമാണ്. അല്ലാഹുവിന് വളരെയധികം വേദനയുള്ള കാര്യമാണ് തെറ്റ് ചെയ്ത് ആ തെറ്റിൽ തന്നെ മുഴുകി അവന് ശിക്ഷാർഹനായിക്കൊണ്ട് മരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു സ്നേഹമാണ്, സ്നേഹിക്കേണ്ട വസ്തുവാണ്. ഇതാണ് റാബിയത്തുൽ അദവിയ്യ പാടിയത്. നിന്റെ നരകം പേടിച്ചുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നതെങ്കിൽ എന്നെ നീ നരകത്തിലേക്ക് കരിച്ചുകൊള്ളൂ. സ്വർഗം ആഗ്രഹിച്ചാണ് ഞാൻ ആരാധിക്കുന്നതെങ്കിൽ നിന്റെ സ്വർഗത്തിന്റെ നാലലയത്ത് പോലും എന്നെ അടുപ്പിക്കേണ്ടതില്ല. പക്ഷേ നിന്റെ സ്നേഹം, എന്നെ സ്നേഹിച്ച് നിന്നെ മനസ്സിലാക്കി നിന്റെ കാരുണ്യത്തിന്റെ പ്രവാഹങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സമ്പൂർണമായ കാരുണ്യം നീയാണ്, നീ നൽകുന്ന കാരുണ്യമാണ് സമ്പൂർണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്നെ ആരാധിക്കുകയാണെങ്കിൽ നീ എന്നെ കൈവിടാൻ പാടില്ല. നിന്റെ കാരുണ്യത്തിൽ കാതോർത്ത് കഴിയുന്ന ഒരു പാവൻ പെണ്ണാണ് ഞാൻ എന്ന് ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ പാടിയത്.
ഇത്തരം കാര്യങ്ങൾ ഒരു പുറം ലോകത്തു നിന്നുള്ള ഇടപെടൽ കൂടാതെ മാധവിക്കുട്ടി മനസ്സിലാക്കി, കമലാ സുരയ്യ മനസ്സിലാക്കി. ഇതൊരു പുറം ലോകത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ മുൻകുരുക്കിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിൽ ആയതിനു ശേഷം 10 വർഷം മുസ്ലിം ലോകം പരാജയപ്പെട്ടതുപോലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിൽ ഇന്ത്യ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞില്ലേ എന്തുകൊണ്ട് പ്രമുഖരാരും ഇസ്ലാമിലേക്ക് വരുന്നില്ല എന്ന്. ഇസ്ലാമിനെ വ്യക്തമായി പരിചയപ്പെടുത്തി ഇസ്ലാമിലേക്ക് വന്നാലുള്ള അവഗണനയെ തൃണവൽക്കരിക്കാനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടാവണം. ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പത്രം പോലും അന്ന് സ്വീകരിച്ച നിലപാട് ഇവിടെ വിശദീകരിക്കപ്പെട്ടില്ലേ? പേടി. ഒരു ഹൈന്ദവൻ, ഒരു മുസ്ലിം ഹൈന്ദവനായാൽ അല്ലെങ്കിൽ തസ്ലീമ നസ്രീൻ ഇസ്ലാമിനെ വിമർശിച്ചെഴുതിയാൽ അത് 1-ാം പേജിലും അത് കായിക പേജിലുമൊക്കെ കലാകായിക പേജുകളിലുമൊക്കെ ആഘോഷിക്കുന്നവര്, അവൾ പിന്നീട് അത് മാറ്റിപ്പറയുമോ എന്ന് പേടി കൂടാതെ എഴുതുന്നവർ, നാളെ അത് മാറ്റിപ്പറയുമോ എന്ന ആശങ്ക അവർക്കില്ല. ഒരു തസ്ലീമ നസ്രീൻ ഇസ്ലാമിനെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ അത് നാളെ മാറ്റിപ്പറയുമോ എന്ന ആശങ്കയില്ല. എന്നാൽ കമലാ സുരയ്യ ഇസ്ലാം ആയപ്പോൾ നാളെ അവർ അങ്ങോട്ട് പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് വാർത്ത കൊടുത്തില്ല പോലും. നോക്കണം നമ്മുടെ ഒരു അപകർഷതാബോധത്തിന്റെ ഒരു സാമ്പിൾ. ഇവിടെ എന്തിനും ഏതിനുമൊക്കെ ന്യായീകരണം കണ്ടെത്തുന്നവര്. നമുക്കറിയാം ഈ ഒരു വിഷയത്തിനോട് കാണിച്ച ചിത്തമായ നയത്വം. സമൂഹത്തിലുള്ള പണ്ഡിതന്മാര്, സമൂഹത്തിലുള്ള മാധ്യമ പ്രവർത്തകര്, സമൂഹത്തിലുള്ള പ്രവർത്തകര്, പ്രബോധക പ്രവർത്തകര്, പത്രപ്രവർത്തകര് മുഴുവനും അവഗണനയുടെ പാതാളത്തിലേക്കല്ലേ അവരെ തള്ളിവിട്ടത്. എന്നിട്ട് പോലും താൻ കണ്ട സത്യം ത്യജിക്കാൻ അവർ തയ്യാറാവാത്തത് ആരുടെയും പ്രേരണ കൊണ്ടായിരുന്നില്ല. അവർ സ്വന്തം അന്വേഷിച്ച് കണ്ടെത്തിയതായിരുന്നു. അവരുടെ മതം അവർ സ്വന്തം അന്വേഷിച്ച് കണ്ടെത്തിയതായിരുന്നു. ഇത് കഥാകാരിയുടെ സമ്പൂർണ്ണ വിജയമാണ്. കലാകാരന്മാർ സംഭവങ്ങളുടെ പിന്നാമ്പുറങ്ങളെ തേടി അലയുമ്പോൾ ആ അലച്ചിലിന്റെ അവസാനം MT വാസുദേവൻ നായരും തുടങ്ങിയ എഴുത്തുകാരൊക്കെ അവരുടെ അലച്ചിലുകൾ സമ്പൂർണതയുടെ സത്യത്തിന്റെ സമ്പൂർണ്ണ തുരുത്തിലേക്ക് അവർ എത്തിപ്പെട്ടില്ല. എന്നാൽ എല്ലാറ്റിനെയും തൃണവൽക്കരിച്ചുകൊണ്ട് സത്യത്തിന്റെ സമ്പൂർണ്ണ തുരുത്തിനെ കിട്ടിയേ അടങ്ങൂ എന്നുള്ള വാശിയോടുകൂടി, നമുക്കറിയാം പലരും അങ്ങനെയാണ് ഇസ്ലാമിനെ കണ്ടെത്തിയവർ. ഇവിടെ പലരും അവരുടെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുണ്ട്. പല ഇസ്ലാമിന്റെ സമ്പൂർണ്ണ വശങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സമ്പൂർണ്ണ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരുന്നോ ഇസ്ലാമായിരുന്നത്? ഉമർ ഇബ്നു ഖത്താബ് ഇസ്ലാമിന്റെ സമ്പൂർണ്ണമായ തത്വങ്ങളെ മനസ്സിലാക്കിയിട്ടായിരുന്നോ ഇസ്ലാമായിരുന്നത്? ബിലാൽ ഇസ്ലാമായിരുന്നത് അങ്ങനെയായിരുന്നോ? യാസിർ ഇസ്ലാമായിരുന്നത് അങ്ങനെയായിരുന്നോ? ആയിരുന്നില്ല. കാരണം അന്ന് ഇസ്ലാമിന്റെ സമ്പൂർണ്ണ ദശ ലോകത്തുണ്ടായിരുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം മാത്രം മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്. സൂറത്ത് താഹയുടെ മാസ്മരിക ശക്തി കൊണ്ട്, ഖുർആനിന്റെ മാസ്മരിക ശക്തിയിലായിരുന്നു വാശിക്കാരനായ ഉമർ ഇബ്നു ഖത്താബ് ഇസ്ലാമിലേക്ക് വന്നത്. എന്തും ഒരു വാശിക്കാരനായിരുന്നു. കമലാ സുരയ്യയോട് അടുത്തു നിർത്താൻ പറ്റുന്ന ഒരു വാശിയായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലിന്റെ കഥയെടുക്കാൻ വേണ്ടി പുറപ്പെട്ടവര് അവസാനം സ്വന്തം പങ്ങള് ഇസ്ലാമാണെന്നറിഞ്ഞ് അവരെ കാണാൻ, അവരെ കൊല്ലാൻ, അവരെ വധിക്കാൻ, അവരെ തലയെറുക്കാൻ വേണ്ടി തീരുമാനിച്ചു ചെന്ന ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ മാസ്മര ശക്തിയില് ആകൃഷ്ടരായി കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. മുഹമ്മദ് അസദ്, ലിയോ പോൾസ് വൈസ് എന്ന് പറയുന്ന ജൂതനായിരുന്നു മുഹമ്മദ് അസദ്. വണ്ടിയിൽ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യൂറോപ്യരായ ആളുകൾ ഒരു ഭാഗത്തിരിക്കുന്നു. അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവർക്കൊക്കെ ഒരു അതൃപ്തിയുടെ ചിഹ്നം അവരുടെ മുഖങ്ങളിൽ കാണുന്നു. കൂടെ തന്റെ എൽസയുണ്ട്. എൽസ എന്ന പറയുന്ന ഭാര്യയുണ്ട്, യുവതിയായ ഭാര്യയുണ്ട്. എൽസയോട് പറഞ്ഞ് അവരുടെ മുഖങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. പറഞ്ഞതുപോലെ, നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ മുഖങ്ങളിലൊക്കെ
വിഷാദത്തിന്റെ മായം കലർന്നിട്ടുണ്ട്. ഉടനെ റൂമിൽ വന്നുകൊണ്ട് ഖുർആൻ എടുത്തു. ആദ്യമായി മറിച്ചു കിട്ടിയത് അൽഹാക്കുമുത്തക്കാസുറു ഹത്താ സുർത്തുമുൽ മക്കാബിർ, ഈ സൂറത്താണ്. ഖുർആന്റെ പരിഭാഷ. പശ്ചിമേഷ്യയിലേക്ക് പത്രപ്രവർത്തകനായി വന്ന ലിയോ പോൾസ്വൈസ് ഖുർആന്റെ പരിഭാഷ എടുത്ത് മറിച്ചു നോക്കുമ്പോൾ അൽഹാക്കുമുത്തക്കാസുറു ഹത്താ സുർത്തുമുൽ മക്കാബിർ. യൂറോപ്യന്മാരുടെ മുഖത്ത് കണ്ടുന്ന ആ വിഷാദത്തിന്റെ കാരണം 1400 വർഷം മുമ്പ് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെച്ചിരിക്കുന്നു, അൽഹാക്കുമുത്തക്കാസുർ, ദുര നിങ്ങളെ പ്രവർത്തന നിരതരാക്കിയിരിക്കുകയാണ്. ദുര, ഒന്നിനോടുമുള്ള അത്യാർത്തി ആർത്തി, ദുര നിങ്ങളെ ശുഗലാക്കിയിരിക്കുകയാണ്, നിങ്ങളെ പ്രവർത്തന നിരതരാക്കിയിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക്, ആത്മീയ കാര്യങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ചിന്തിക്കാൻ നിങ്ങൾക്ക് അവസരമില്ല. യൂറോപ്യരായ ആളുകൾ ഇനി അടുത്ത് മറ്റുള്ളവരെ പറ്റിക്കാനും മറ്റുള്ളവരെ ചതിക്കാനും അവരെ മറികടക്കാനുമുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. കപ്പൽ യാത്രയിൽ പോലും അവരുടെ കച്ചവടത്തിൽ മറുകക്ഷിയെ പരാജയപ്പെടുത്താനും അവരെ മറികടക്കാനുമുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവരെ മുഖം ചുളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇദ്ദേഹം കണ്ടു. ഈ ഒരു കാരണമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുണ്ടായ ഒരു കാരണം. ഹുലൈൽ വലിയ കൊള്ളക്കാരനായിരുന്നു. അഫ്ഗാൻ ഭാഗത്ത് ലോകത്തെ ഏറ്റവും വലിയ ക്രൂരരും അക്രമികളുമായ കൊള്ളക്കാരാണ് അഫ്ഗാൻകാർ. ആ കാലഘട്ടത്തിൽ എന്നല്ല, ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ ക്രൂരന്മാരവരാണ്. ആ കൂട്ടത്തിൽപ്പെട്ട പഠാനിയായ ഹുലൈൽ എന്ന് പറയുന്ന ക്രൂരനും മർദ്ദനുമായ കൊള്ളക്കാരൻ അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്നൊരായത്ത്, ഒരു സാർത്ഥവാഹക സംഘം പോകുമ്പോൾ കൊള്ള ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് ചെന്ന് അവരെ കൊള്ള ചെയ്യാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് കൂട്ടമായി ഇങ്ങനെ പോകുന്ന സംഘത്തിനാണ് സാർത്ഥവാഹക സംഘം. അന്നൊക്കെ അങ്ങനെയാണ്, കൊള്ളക്കാരെ പേടിച്ചിട്ട് കൂട്ടമായി ഇങ്ങനെ പോകും. ഇന്നത്തെ പോലെ യാത്ര സൗകര്യമില്ല. ആ പോകുന്ന അവസരത്തിൽ അവരിൽ നിന്ന് ഒരാളിങ്ങനെ ഓതുന്നത്, ഒട്ടകപ്പുറത്തിരുന്ന് ഒരു പയ്യനിങ്ങനെ ഓതുന്നത് അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇവിടെ എത്ര ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ വലിയ ആളുകളാണ്, വലിയ വലിയ സൗകര്യമുള്ളവരാണ്, വലിയ വലിയ ആഡംബരത്തിൽ ജീവിച്ചവരാണ്, വലിയ എന്തിനും കഴിവുള്ളവരാണ്. പിന്നിൽ കൊള്ള ചെയ്യാനുള്ള സഹായികളുമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ചിന്തിക്കാൻ സമയമായില്ലേ. അന്തക്ഷ കുലൂബുഹും ലിദിക്രില്ലാഹ്. ഇവരെയൊക്കെ കാണുന്ന, ഇവരെ പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിച്ച് അതിന് വേണ്ടുന്ന പ്രതിഫലം നൽകാൻ തയ്യാറായ ഒരു റബ്ബിനെ സംബന്ധിച്ച് ഓർക്കാൻ സമയമായില്ലേ എന്നുള്ള ഒരൊറ്റായത്ത് കേട്ടപ്പോൾ അദ്ദേഹം മാറി. ലോകത്ത് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എന്ന് ലോകം പറയുന്ന വലിയ നേതാവായി കൊള്ളക്കാരൻ മാറിയെങ്കിൽ അത് ഒരൊറ്റായത്തിന്റെ പേരിലായിരുന്നു. നമുക്കറിയാം, ഇങ്ങനെ എത്രയോ ആളുകളുണ്ട് ഇസ്ലാമിലേക്ക് അവർ കടന്നു വന്നത് നിസ്സാരമായ ചില കാര്യങ്ങൾ, അവരുടെ കാര്യത്തിൽ വലിയതായ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടായിരുന്നു. ഇസ്ലാമിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടോ ആയിരുന്നില്ല. എന്നതുപോലെ ഇസ്ലാമിന്റെ സ്നേഹം എന്ന് പറയുന്ന ആ സ്നേഹത്തിന് അള്ളാഹുവിന്റെ ഭാര്യ ഭർത്തൃ സ്നേഹം പോലും ഇസ്ലാം പറയുന്നത്, ഖുർആൻ പറയുന്നത് മിൻ റഹ്മത്തി റബ്ബിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഭാര്യ ഭർത്താക്കളുടെ സ്നേഹം. ഇങ്ങനെ അള്ളാഹുവിന്റെ ഈ കാരുണ്യമാണ് ഭൂമിയിൽ നിലനിൽക്കുന്ന കാരുണ്യത്തിന്റെ എല്ലാം അടിസ്ഥാനമെന്നും ഭൗതികമായ കാരുണ്യങ്ങളും സ്നേഹങ്ങളുമെല്ലാം അപൂർണങ്ങളാണെന്നും സമ്പൂർണമായ സ്നേഹം അള്ളാഹുവാണ്, അള്ളാഹുവിനാണ് അത് നൽകാൻ സാധിക്കുക, അങ്ങനത്തെ ഒരു ശക്തിയുണ്ട് എന്ന് മറ്റ് ഈ ദൈവങ്ങളെയൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇത് ഈ ശക്തി അള്ളാഹുവിന്റെ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട കമലാ സുരയ്യ സ്വന്തം തെരഞ്ഞെടുപ്പിലൂടെ സ്വീകരിച്ചതായിരുന്നു മതം. ഈ സ്വന്തം തെരഞ്ഞെടുപ്പിലൂടെ സ്വീകരിച്ച മതത്തിനെ പരിപോഷിപ്പിക്കാനോ അതിനെ വളർത്തിയെടുക്കാനോ ഇവിടെയുള്ള ദഅ്വാ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ്. എന്നാൽ അവരുടെ മരണശേഷം ഇങ്ങനെ അവർ കണ്ടെത്തിയ റൂട്ടിന് ആത്മീയതയുടെ റൂട്ടായിരുന്നു. ആ റൂട്ടിനെ നിരാകരിക്കുന്ന കക്ഷികളാണെന്ന് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവർ തെരഞ്ഞെടുത്തത് ആത്മീയതയുടെ റൂട്ടായിരുന്നു. ഈ ആത്മീയതയുടെ റൂട്ടിനെ
തള്ളിക്കളയുന്നവര്, അതിനെ പരിഹസിക്കുന്നവര്, അതിനെ നിരാകരിക്കുന്നവര് ഇവരാണെന്ന് അവരെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവർ മരിച്ചുപോയി. അവരുടെ ജീവിതം, അവരുടെ മരണവുമെല്ലാം സംഭവ ബഹുലമായ സംഗതിയായിരുന്നു. അവരുടെ മരണം അതിലും വലിയൊരു സംഭവമാക്കി. കാരണം ജീവിതത്തിനെ ആഘോഷിക്കാൻ കഴിയാത്തവർ, അതിൽ നിസ്സംഗ പ്രകടിപ്പിച്ചവരെ, എത്ര തന്നെ നിസ്സംഗത പ്രകടിപ്പിച്ചാലും അതിന് സാധ്യമാവാത്ത നിലയ്ക്ക് അതിൽ ഭാഗവാക്കാവാൻ നിർബന്ധിച്ചുകൊണ്ടാണ് അവർ മരണപ്പെട്ടുപോയത്. നമ്മളെ നിസ്സംഗതയെ മുഴുവനും, സമൂഹത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ നിസ്സംഗതയെ മുഴുവനും പരിഹസിച്ചുകൊണ്ടാണ് അവരുടെ മരണപ്പെട്ടുപോയത്. നിങ്ങൾ എത്ര തന്നെ മൗനിയായിരുന്നാലും എന്റെ മരണം നിങ്ങളെ മൗനം ഭഞ്ജിക്കുമെന്ന്, മൗനത്തിനെ കീറിക്കളയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ മരണപ്പെട്ടത്. മരിച്ചിട്ടും അവരെ കൈവിടാത്ത മാധ്യമങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാം. അനുഭവിച്ച ആളുകൾ, ഞാൻ മുസ്ലിമായി എന്റെ അന്ത്യകർമ്മങ്ങൾ ഇസ്ലാമികമായി ചെയ്യണമെന്ന് പറഞ്ഞ്, അത് മക്കൾ പറഞ്ഞു, അത് പറയേണ്ടവരൊക്കെ, പറയേണ്ട അവകാശികളൊക്കെ പറഞ്ഞിട്ടും അത് സ്വീകരിക്കാതെ അവരിന്നും കത്തിക്കപ്പെടേണ്ടവരാണ്, പൂജിക്കപ്പെടേണ്ടവരായിരുന്നു. അതൊന്നുമില്ലാതെ നീർമാതളത്തിന്റെ ചുവട്ടിൽ മറമാടേണ്ടവളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അവമതിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിനെതിരിൽ സമൂഹം ഉണരേണ്ടതുണ്ട്. ഇന്ന് ഉണർന്നിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പ്രമുഖരാരും ഇനി ഇസ്ലാം മതം സ്വീകരിക്കുകയില്ല. ഈ വസ്തുത മതപ്രബോധകര്, ദഅ്വാ പ്രവർത്തകർ മനസ്സിലാക്കണം. 7-ാം നൂറ്റാണ്ടില് അബൂ താലിബ് ആശങ്ക പ്രകടിപ്പിച്ച ആശങ്ക ഇന്നും നിലനിൽക്കുന്നു. ആ ആശങ്ക ഇല്ലാതെയാക്കാൻ വേണ്ടി സമൂഹം ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, സമൂഹം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അതിനുവേണ്ടി സ്ഥാപനങ്ങളെ സജ്ജമാക്കിയിട്ടില്ലെങ്കിൽ, കുറച്ച് സത്യം മനസ്സിലാക്കിയ ആളുകൾ ധാരാളമുണ്ട്, മനസ്സിലാക്കാൻ തയ്യാറുള്ളവർ ധാരാളമുണ്ട്. അവർ ഇസ്ലാമിലേക്ക് വരാൻ മടി കാണിച്ചിരിക്കും. സമൂഹം അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാവണം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. ജനാധിപത്യത്തിന്റെ സമൂർത്തമായ ഘട്ടമാണ് മതം മാറ്റത്തിനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ ഇവിടെ സാധ്യമല്ലെങ്കിൽ ജനാധിപത്യത്തിന് അർത്ഥമില്ല. ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ജനാധിപത്യത്തിന്റെ മൂർത്ത ഘട്ടം അത് മതമാറ്റത്തിനുള്ള സ്വാതന്ത്ര്യവും കൂടിയാണ്. ഈ സ്വാതന്ത്ര്യം, ഞാൻ എന്റെ ലോക്യം നിലനിൽക്കുന്നുവെങ്കിൽ, എന്റെ സൗഹൃദം നിലനിൽക്കുന്നുവെങ്കിൽ മതം മാറാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ഊറ്റം കൊള്ളുന്ന സുകുമാർ അഴീക്കോട് പറഞ്ഞുവെങ്കിൽ അയാൾക്ക് ജനാധിപത്യത്തിനെ സംബന്ധിച്ച് എന്തറിയാം? ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി നിലനിൽക്കുന്നവരാണ് എന്ന് പറയുന്ന ഗാന്ധിയനാണ്, കേരളത്തിലെ ഗാന്ധിയനാണെന്ന് പറയുന്ന സുകുമാർ അഴീക്കോട് അങ്ങനെ പറഞ്ഞു. കുമ്മനം രാജശേഖരൻ പറഞ്ഞാൽ നമുക്ക് വേദനയില്ല, നമുക്ക് ആശങ്കയില്ല. കാരണം ജനാധിപത്യത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല, ഇന്ത്യൻ ജനാധിപത്യത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല. എന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വക്താവാണെന്ന് പറഞ്ഞ സുകുമാർ അഴീക്കോട്, സുഗതകുമാരി, സക്കറിയ പോലും കുറച്ചൊക്കെ ജനാധിപത്യങ്ങളെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും അതിന്റെ മഹാത്മ്യങ്ങളെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞ സക്കറിയ പോലും അതൊരു തമാശയാണ്, അവരുടെ മതമാറ്റം അവർ ജീവിതകാലത്ത് ചെയ്ത പല തമാശകളുടെ കൂട്ടത്തിലുള്ള ഒരു തമാശയാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, ഇവിടെ ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ജനാധിപത്യത്തിന്റെ അഭൗമമായ, അതിന്റെ അതിന്റെ മൂർത്തമായ ഘട്ടങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് ധാരണകൾ തിരുത്താൻ ലോകം നാം തയ്യാറാവേണ്ട, ഇന്ത്യൻ ജനത തയ്യാറാവേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രതികൂട്ടിലാകുന്നത് സാംസ്കാരിക പ്രവർത്തകരാണ്, സമൂഹമാണ്. സമൂഹം ഇങ്ങനെ മതം മാറിയാൽ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. തസ്ലീമ നസ്രീനെ സ്വീകരിച്ചതുപോലെ തന്നെ ഇസ്ലാമായ കമലാ സുരയ്യയും സ്വീകരിക്കാൻ സാംസ്കാരിക പ്രവർത്തകര്, എഴുത്തുകാര്, പത്രകോളങ്ങള് തയ്യാറായിരുന്നില്ല. ഒരു വിവേചനം ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. മറ്റൊന്ന്, നിലനെ കൊടുക്കാനും നിലനെ കളയാനും ശക്തിയുള്ളവരാണ് ഞങ്ങൾ എന്ന ഭാവത്തിലാണ് പത്രമാധ്യമങ്ങൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിട്ടും അച്യുതാനന്ദനും പിണറായിയുമാണ് ഇന്നും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്.
ലാവലിംഗ് കേസാണ് ഇന്നും പത്രങ്ങളിലുള്ളത്. ഒരു മനുഷ്യനെ എന്താക്കാനും എന്താക്കാതിരിക്കാനുമുള്ള അവകാശം ഞങ്ങൾക്കാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാര്യങ്ങൾ, നിരോപകാരപ്രദമായ കാര്യങ്ങളുണ്ട്. ഇവിടെ ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, അതിനുവേണ്ടി ഉയർത്തെഴുന്നേൽച്ച പത്രങ്ങളുണ്ട്, അതിലുള്ള പത്രപ്രവർത്തകരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതിനെതിരെ ശബ്ദിക്കാനോ ഒരു നേരായ വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നതിനെതിരെ ശബ്ദിക്കാനോ സമയമില്ല. കാരണം എല്ലാവർക്കും നിലനിൽപ്പാണ് ആവശ്യം. എന്നാൽ നാം ഇവിടെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ നിലനിൽപ്പിന്റെ ആളുകൾ നിലനിൽപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നാം സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സത്യം ഇവിടെ പുലരാൻ വേണ്ടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും നല്ല കാലാവസ്ഥയാണെന്നുള്ളത്, ഇന്ത്യയിൽ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള പ്രതിവിധിയും ഉണ്ട് എന്ന്, ഇന്ത്യയിലെന്നല്ല ലോകത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇസ്ലാമാണ് എന്ന് ഒരു ധാരണയിലേക്ക് അടുത്തടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിനം ചെല്ലുന്തോറും പ്രശ്നങ്ങൾ ഉണ്ടാകും തോറും അതിന്റെ പരിഹാരം ഇസ്ലാമാണെന്ന് ജനങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ഇങ്ങനെയൊരു പുറംതിരിഞ്ഞിരിക്കല് നാം ഉണ്ടാവുന്നുവെങ്കിൽ അത് ആശങ്കാജനകമാണ്. അത് മുളയിലേ നുള്ളിക്കളയേണ്ടിയിരിക്കുന്നു. സമൂഹത്തിന്റെ ഈ ഒരു ധാരണ മാറ്റണം. ഇസ്ലാമിലേക്ക് വന്നാൽ, സുകുമാർ അഴീക്കോട് ഇസ്ലാമിലേക്ക് വന്നാൽ, MT വാസുദേവൻ നായർ ഇസ്ലാമിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ MP വീരേന്ദ്രകുമാർ ഇസ്ലാമിലേക്ക് വന്നാൽ, MD നാലപ്പാട് ഇസ്ലാമിലേക്ക് വന്നാൽ അവർക്കൊന്നും മാധവിക്കുട്ടിക്കുള്ള ഒരു അനുഭവം, കമലാസുരയ്യക്കുള്ള അനുഭവം ഉണ്ടാക്കുകയില്ല എന്നുള്ള ധാരണ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നാം ഇവിടെ പ്രവർത്തിച്ചിട്ട് ഫലമുള്ളൂ. നമുക്കൊക്കെ അറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് സ്വന്തം കൊണ്ടു നടക്കാനും ആഘോഷിക്കാനുമുള്ള ഒരു സ്ഥാപനമല്ല, ഒരു പ്രസ്ഥാനവുമല്ല. അള്ളാഹുവിന്റെ റസൂലിനോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മുഴുവൻ നിങ്ങളിങ്ങനെ ചെയ്യൂ എന്നല്ല, മറിച്ച് പറഞ്ഞത് കുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, കുൽ, നബിയെ പറഞ്ഞു കൊടുക്കൂ, പോകൂ, കുംഫാന്തിർ, പോകൂ, നടക്കൂ, ചലിക്കൂ, സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങൂ. പള്ളിയിലിരുന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് കാര്യമില്ല, ചലിക്കൂ, നടക്കൂ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ എന്നാണ്. ഈ ഒരു ദൗത്യം നിർവഹിക്കപ്പെടണമെങ്കിൽ അതിനുള്ള സാഹചര്യം നാം ഉണ്ടാക്കണം. കമലാസുരയെ പോലെ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിനെ വിട പറയാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മക്കയോട് വിട പറയുമ്പോൾ അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്ക, നിന്നെ യാത്ര പിരിയാൻ എനിക്കൊരിക്കലും ആഗ്രഹമില്ല. മറിച്ച് ഞാൻ നിന്റെ സമൂഹം, നിന്റെ ജനം, നിന്നിലിരിക്കുന്ന താമസിക്കുന്ന സമൂഹം എന്നെ പുറന്തള്ളുന്നത് കൊണ്ട് മാത്രമാണ് പുറത്തു പോകുന്നത് എന്നൊന്ന് പറയുകയുണ്ടായി. ചരിത്രത്തിലേക്ക് സംഭവം കണ്ണുനീരോടുകൂടി രേഖപ്പെടുത്തുകയുണ്ടായി. ഇതുപോലെ സ്വന്തം ഇസ്ലാം മതം സ്വീകരിച്ചതിന് വേണ്ടി സ്വന്തം മണ്ണിൽ നിന്ന് പോവാൻ തയ്യാറായ, അല്ലെങ്കിൽ അതിന് നിർബന്ധിക്കപ്പെട്ട ഒരവസ്ഥ ഈ കേരളത്തിൽ, സാംസ്കാരിക കേരളത്തിൽ ഉണ്ടായി എങ്കിൽ ഇത് സാംസ്കാരിക കേരളമെന്ന് പറയുന്നത് സംസ്കാരത്തിന് ഭംഗം വരുത്തുന്നതാണ്, സംസ്കാരത്തിന് തന്നെ മാനക്കേടുണ്ടാക്കുന്നതാണ്. ഇത് സാംസ്കാരിക കേരളമല്ല, അല്ലെങ്കിൽ സാംസ്കാരിക ഐദവതയല്ല, ഭാരതീയതയല്ല. ഇത് ഭാരതീയതയല്ല. ഭാരതീയ സംസ്കാരം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നവരായിരുന്നു. അങ്ങ് കാപ്പാട് കടപ്പുറത്ത് കേവലം 12 പേർ അവരുടെ ആശ്രിതന്മാരും കപ്പലിറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി അപ്പു എന്ന് പറയുന്ന തീയനായിരുന്നു മുന്നോട്ട് വന്ന് ഇളനീര് വെട്ടിക്കൊടുത്തത്. അപ്പുവിനോട് ചോദിച്ചു, ഈ ഇളനീര് നീ നിന്റെ ഉടമസ്ഥനോട് ചോദിച്ചിട്ടാണോ അതല്ല നിന്റെ വക തെങ്ങിൽ കയറി ഇട്ടതാണോ എന്ന് ചോദിച്ചു. അപ്പു പറഞ്ഞു, ഞാൻ ഒരു തെങ്ങ് കയറ്റക്കാരനാണ്, ഞാൻ ഈ അടുത്ത തെങ്ങിൽ നിന്ന് കയറി ഇട്ടതാണ്. ഇതിന്റെ ഉടമസ്ഥനോട് പോയി ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് കുടിക്കാൻ ഞങ്ങൾക്ക് ദാഹമുണ്ട്, ഞങ്ങൾക്ക് ശക്തമായ ദാഹമുണ്ട്, പക്ഷെ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ഞങ്ങളിത് കുടിക്കുകയില്ല എന്നവർ ദിഭാഷി മുഖേന അപ്പുവിനോട് പറഞ്ഞു. അപ്പു പോയി സമ്മതം ചോദിച്ചു ശേഷമാണ് അവർ ഇളനീര് കുടിച്ചത്. ഈ സംസ്കൃതിയാണ് കടലോരത്ത് ഇസ്ലാമിക വിപ്ലവമുണ്ടാക്കിയത്, ഇസ്ലാം ഇവിടെ പ്രചരിക്കാൻ കാരണമായത്. ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ മുഴുവനും ഇവിടെ സ്വീകരിച്ചത് ഇവിടെ ഭാരതീയതയുടെ സംസ്കൃതിയായിരുന്നു. ഇത് ഭാരതീയ സംസ്കൃതിയാണ്, എന്തിനേയും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ്. ഇവിടെ നിരവധി സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആര്യന്മാർ ഇറാനിൽ നിന്ന് വന്നവരാണ് ഇവിടെയുള്ള ഈ ഹിന്ദുക്കളുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാന തത്വമായ ആര്യന്മാര് ഭാരതീയരല്ല, ഭാരതീയർ ദ്രാവിഡന്മാരാണ്. ഈ ദ്രാവിഡന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ
കടന്നു വന്ന ഈ ആര്യന്മാർ അവരുടെ സംസ്കാരം സ്വീകരിക്കാൻ ഇവിടെ ദ്രാവിഡന്മാർ മുൻപോട്ട് വന്നു. അങ്ങനെയാണ് ഹൈന്ദവ സംസ്കാരം ഉണ്ടായത്, ഭാരതീയതയുണ്ടായത്. അപ്പോൾ ഭാരതീയത എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സന്യാസിമാരുടെ മതങ്ങളല്ല. എന്തിനേയും ഉൾക്കൊള്ളാനുള്ള ഒരു സന്നദ്ധതയാണ്, ഏത് സത്യത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു സന്നദ്ധതയാണ്. ഈ സന്നദ്ധതയാണ് ഈ ഭാരതീയതയെ സംരക്ഷിക്കാൻ ഇവിടെയുള്ള ജനാധിപത്യ ശക്തികളും ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയ പ്രവർത്തകരും ബാധ്യസ്ഥരാണ്. ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ, ഇന്ത്യയിലുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നാം തയ്യാറാവേണ്ടതുണ്ട്. ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ല. വലിയ ചിന്തകനും വലിയ എഴുത്തുകാരനും വലിയ വലിയ തത്വചിന്തകനും തത്വമസിയുടെ കർത്താവുമൊക്കെയായ സുകുമാർ അഴീക്കോടിന് പോലും ഈ ജനാധിപത്യത്തിന്റെ മൂല്യം, ജനാധിപത്യത്തിന്റെ പ്രഥമമായ മൂല്യം ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാണ് ബോധ്യമുണ്ടാവുക? ഇത് ബോധ്യപ്പെടുത്താൻ നാം തയ്യാറാവണം. ഇവിടെയുള്ള ദൈവാപ്രവർത്തകര് ദൈവാപ്രവർത്തനത്തിലൂടെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ലെങ്കിൽ ദൈവാപ്രവർത്തനം കൊണ്ട് കാര്യമില്ല. ഇവിടെ സാഹചര്യം ഉണ്ടാവണം. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാനുള്ള ഒരു സംരക്ഷണം, അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. ആ സംരക്ഷണം നാം നൽകണം. ഇത് ഈ കേരളത്തിലാവട്ടെ, കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ മൊത്തമാവട്ടെ, നാം അത് വളർത്തിക്കൊണ്ടുവരണം. അതിനുള്ള ഒരു ആദ്യപടിയായിട്ട് നമ്മുടെ ക്യാമ്പയിൻ ഉണ്ടാക്കുമ്പോൾ ഇവിടെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളെയും ഇന്ത്യയുടെ സാംസ്കാരിക സാമൂഹ്യ നേതാക്കളെയും ഈ ഒരു പരമമായ സത്യം നാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മതങ്ങൾ എന്ന് പറയുന്നത് പുതിയതല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പുതിയ മതമല്ല. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ കൊണ്ടുവന്ന ആ മതങ്ങൾ കാലികമായ ചില ആവശ്യങ്ങൾ കൂട്ടിച്ചേർക്കലുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനത്തെ പതിപ്പാണ്, പരിഷ്കരിച്ച അവസാനത്തെ പതിപ്പാണ് ഇസ്ലാം. ഉസ്മാൻ ഉരുമ്പി പറഞ്ഞതുപോലെ ഇവിടെ ഒറ്റ മതങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞില്ല. അതിന്റെ അർത്ഥം ഇതാണ്. മതം എന്ന് പറയുന്നത് ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കൊണ്ടുവന്ന പ്രവാചകന്മാർ അവരുടെ ഓരോ കാലഘട്ടത്തിലുള്ള ചില ചിന്താധാരകൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ചിന്ന ഭിന്നമായതാണ്. യഥാർത്ഥത്തിൽ ഒറ്റമതമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഏകനായ അള്ളാഹുവിന്റെ ഒറ്റമതമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് ചില കാലഘട്ടത്തിലെ സാഹചര്യങ്ങളെ അവർ മുറുകെ പിടിച്ചു. പിൽക്കാലത്തിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. മൂസാ നബിയുടെ ജനം ഈസാ നബിയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഈസാ നബിയുടെയും മൂസാ നബിയുടെയും ജനം, അതിന്റെ മുമ്പുള്ള ജനങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതാണ് ഇവിടെ ഉണ്ടായ പ്രശ്നം. ഇവിടെ ഒരു പുതിയ മതമല്ല. ഇവിടെ നമ്മുടെ സംസ്കാരം ആദിമമായ ഒന്നാണ്. ആദിമ സംസ്കാരമായ നമ്മുടെ സംസ്കാരം മുഴുവനും എല്ലാ മതക്കാരുടെയും സംസ്കാരം ഒന്നാണ്, ആദിമമായ ഒന്നാണ്. അതിന്റെ പരിഷ്കരിക്ക പതിപ്പാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ സാന്ദർഭികമായ കാര്യങ്ങൾ, ലോകത്തിന്റെ ജനകീയമായ പ്രശ്നങ്ങള്, ജീവസുറ്റ പ്രശ്നങ്ങള് പരിഹരിക്കാൻ ഉതകുന്ന രീതിയിൽ വിശദീകരിക്കപ്പെട്ട പതിപ്പാണ് ഇസ്ലാം. അതിന് ലോകത്തിന് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. ലോക സാമ്പത്തിക മാന്ദ്യം അത് നേരിടാൻ ഇന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് പല പാശ്ചാത്യ ലോകങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ഈ സക്കാത്ത് വ്യവസ്ഥയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതി പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നാം തയ്യാറാവണം. സമാധാനം ഇല്ലേ? ഇസ്ലാമിൽ വേണമെങ്കിൽ നമുക്കൊരു സജഷൻ വെക്കാറില്ല, പുരുഷന്മാർ കൂടി പർദ്ദയിടാവുന്നുള്ള ഒരു. എന്തുകൊണ്ട് പുരുഷന്മാർക്ക് അത് ഇട്ടു? അത് എന്താ കാരണം? പുരുഷന്മാർക്ക് നല്ല ഭംഗിയുള്ള മുടിയും തലയൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തൂടെ? പർദ്ദ ഇട്ടാ പോലെ. പെണ്ണുങ്ങൾക്കോ? പെണ്ണുങ്ങളുടെ മുടിയാ കുറച്ച് ചിലർക്ക് കണ്ടാ വല്ലാണ്ട് ഭ്രമാവും. അഴിച്ചിട്ട് അത് വേണ്ട വെച്ചിട്ടാണ്. അതുകൊണ്ടല്ലേ ഞാൻ അതോടെ പറഞ്ഞ പള്ളിയിലൊന്നും പെണ്ണുങ്ങൾ പോരുന്നത്. പെണ്ണുങ്ങൾ നിന്നിട്ട് ഇങ്ങനെ നമസ്കരിക്കുകയൊക്കെ ഉണ്ട്. അത് ആണുങ്ങൾ നോക്കി നിൽക്കുന്നത് ശരിയല്ല. അവർക്ക് മനസ്സിലൊരു ജ്വലനം ഉണ്ടാവും. ഇറ്റ്സ് ട്രൂ. ആണുങ്ങളുടെ ഒരു പ്രശ്നമാണ്. ആണുങ്ങൾക്കൊരു പ്രശ്നമാണ്. അവര് തെറ്റല്ല. അതൊക്കെ ആണുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. പെണ്ണുങ്ങള് ദൈവചിന്തയൊക്കെ പോവും. നല്ല ഭംഗിയുള്ള ബാക്ക് സൈഡൊക്കെ ഉള്ള പെണ്ണുങ്ങള് ഇങ്ങനെ കുഞ്ഞു നിൽക്കണം. എന്തിനാ അതിന് പോണം? കമല സുരയ്യ എന്ന് പറയുന്ന ഇസ്ലാമിനെ കണ്ടെത്തിയ മഹാപ്രതിഭയുടെ എല്ലാ നന്ദി പറയുന്നതിനായി ജനാബ് KTM കുട്ടിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രൗഢമായ ഒരു സെമിനാറിന് ശേഷം ഒരു കൊച്ചു വാക്കിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും IDCയുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. IDCയുടെ ക്യാമ്പയിൻ എല്ലാം പൊറുക്കുന്ന അള്ളാഹു ഇന്നിത് ആരംഭിക്കുന്നു. ഇൻഷാ അല്ലാഹ്
അതുമായി IDCയുടെ പ്രവർത്തകരും IDCയുടെ സഹകാരികളും ജിദ്ദയിലെ എല്ലാ മലയാളികളും സഹകരിക്കുമെന്ന പ്രത്യാശയോടെ അതിന്റെ പ്രഥമഘട്ടത്തിലുള്ള എല്ലാം പൊറുക്കുന്ന അള്ളാഹു എന്ന ലഘുലേഖ ഇന്നിവിടെ പ്രകാശിതമായിരിക്കുകയാണ്. അത് നിങ്ങളൊരാൾ വായിക്കുക, മറ്റുള്ളവരെ വായിപ്പിക്കുക, ആവശ്യാനുസരണം കോപ്പി ഇവിടെ നിന്ന് കൊണ്ടുപോകുക. ജിദ്ദയുടെ എല്ലാ മുക്കിലും മൂലയിലും മലയാളികൾ ഉള്ളിടത്തൊക്കെ ജാതിമത ഭേദമന്യേ അത് വിതരണം ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിച്ച ഈ പരിപാടിയുടെ മോഡറേറ്ററായ ബഹുമാനപ്പെട്ട IDCയുടെ അമീർ KK ഫൈസി, അതുപോലെ പരിപാടിയിൽ പ്രസംഗിച്ച ജനാബ് കാസിം ഇരിക്കൂർ, അഡ്വക്കേറ്റ് KH മുനീർ, ഹക്കീം ചലയിൽ, ഉസ്മാൻ ഇരുമ്പുഴി തുടങ്ങി എല്ലാവർക്കും IDCയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ പരിപാടിയുടെ ആദ്യാവസാനം വരെ സഹകരിക്കുകയും ഇനിയുള്ള പരിപാടികൾ നിങ്ങളുടെ സർവാത്മനായുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.